അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കയം തട്ടിലേക്കാണ്. കണ്ണൂർ പാലക്കയം തട്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ അങ്ങോട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കയം തട്ടിലാണ്. പാലക്കയം തട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ചേട്ടനുണ്ട്. ചേട്ടൻ്റെ എന്താ ഹായ് എന്താണ് പേരെന്താ ചേട്ടാ? എൻ്റെ ഒരു ടോമി. ഞാനിവിടെ പാർക്കിങ്ങിൽ നിൽക്കുന്ന ആളാണ്. കുറേ ആയി ഇവിടെ. ഞാനിപ്പോൾ ഒരു 6 മാസത്തോളം ആയുള്ളൂ. നേരത്തെ ഇത് വേറെ റെൻറ്റിന് കൊടുത്തിരുന്നതായിരുന്നു. അയാൾ ഒഴിവായി. ഞങ്ങൾ ഇതങ്ങ് നേരിട്ട് നടത്തുമായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ ഈ ഗവൺമെൻറ് പ്രോപ്പർട്ടി മൊത്തത്തിൽ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണോ അല്ലെ പ്രൈവറ്റ്? എങ്ങനെയാണ്? ഈ ടൂറിസം നടത്തുന്നത് മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ ഉള്ളൂ. ബാക്കി ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എന്താ ഇപ്പോൾ നമുക്കിവിടെ കാണാനുള്ള ഇവിടെ ഇപ്പോൾ കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. അത് ചില സാങ്കേതിക കാരണത്താലൊക്കെ അതിപ്പം നിർത്തിയിട്ടുള്ളത്. നിർത്തി വെച്ചിട്ടുള്ളത്. പിന്നെ എന്നാ വെച്ചെന്നാൽ ഇവിടുത്തെ ഏറ്റവും നല്ലത് ഇവിടുത്തെ ക്ലൈമറ്റ്. നേരെ സന്ധ്യ ആകുമ്പോഴത്തേക്കും ഒരു കോട ഇറങ്ങും. അത് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അന്നേരം കോട മാറും. പിന്നെ കാറ്റായിരിക്കും. അത് നമ്മൾ നല്ല ഫാൻ്റെ നിൽക്കുന്ന അതേ അവസ്ഥയായിരിക്കും. തണുത്ത കാറ്റായിരിക്കും. പിന്നെ അതിനെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടുത്തെ അസ്തമയം, സൂര്യാസ്തമയം. അത് നല്ല രസമായിരുന്നു. സൂര്യൻ നല്ല വലിപ്പത്തിൽ കാണും. പിന്നെ കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂര്, വളപട്ടണം, ഏഴിമല, പിന്നെ നമ്മുടെ എയർപോർട്ട്. ഇതൊക്കെ ഇവിടുന്ന് വ്യൂ പോയിന്റ് പോയി കാണാം. പ്ലെയിൻ വന്നതായിരുന്നു, പോകുന്നു. അതൊക്കെ സന്ധ്യ ആയി കഴിഞ്ഞാൽ നല്ല ലൈറ്റിൽ നല്ല ലൈറ്റ് വട്ടത്തിൽ കാണാൻ പറ്റും. ട്രക്കിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ജിപ്സി ഉണ്ടായിരുന്നു. അത് നേരത്തെ ഇതിൻ്റെ ആൾക്കാരെ കയറ്റി മുകളിൽ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോയി എല്ലാം കാണിച്ച് തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നിന്നിട്ടാണ് ഉള്ളത്. നടന്നിട്ടും പോകായിരുന്നു. ഇതൊന്ന് റോഡുകൾ വരുന്നുണ്ട്. കരുവഞ്ചാല് മേഖല എന്ന് ആലക്കോട് ഉണ്ടല്ലോ. ഒത്തിരി വഴികളുണ്ടല്ലോ. മാവിഞ്ചാല് കൂടി ഇങ്ങോട്ട് വരാം. ഈ എൻട്രൻസ് പറയുന്നത് ഈ ഒറ്റ എൻട്രൻസിലുള്ളൂ. ഇത് നേരെ താഴേക്ക് കിടക്കുന്ന റോഡ് അത് കരുവഞ്ചാൽ, ആലക്കോട്, വെള്ളാടൊക്കെ പോകുന്നു. പിന്നെ അവിടെ ചെല്ലുമ്പോൾ മെയിൻ ഒരു ജംഗ്ഷനുണ്ട്. അവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ മണ്ഡലം, തളിപ്പറമ്പ് പോകുന്നു. പിന്നെ നേരെ ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ പുലിക്കുരുമ്പ, ശ്രീകണ്ഠാപുരം, അങ്ങനെ ആ മേഖലയിലേക്കാണ് പോകുന്നത്. പിന്നെ കുറച്ചുകൂടി ചെല്ലുമ്പോഴത്തേക്ക് ഒരു ജംഗ്ഷനുണ്ട്, കുടിയാമല, അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി. നടക്കാൻ ഒരു 600 മീറ്ററൊക്കെ ഉണ്ടാവും. അത്രയൊക്കെ ഉണ്ട്. കൂടുതൽ നടക്കാനൊന്നുമില്ല. നടന്ന് അധികം ബുദ്ധിമുട്ടൊന്നും ചെയ്യേണ്ട. വ്യൂ പോയിന്റിലേക്ക് ഒരു 500-600 മീറ്റർ. പിന്നെ എന്നാ വെച്ചാൽ ഇവിടെ വന്ന് കാണുന്നവർക്കെല്ലാം വളരെ പുതുമയും നല്ല ആകാംക്ഷയും വളരെ സന്തോഷവും. പ്രകൃതി ഭംഗി ഇവിടുത്തെ അതാണ് ഏറ്റവും വലിയ. അപ്പോൾ എല്ലാം കൊണ്ടും ഇനിയിപ്പോൾ ഈ മേഖലയെല്ലാം വളരെ മെച്ചപ്പെടും. ഇതിപ്പം ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടി ലീസിനെടുക്കും. അവർ വന്ന് എന്ത് ചെയ്താലും നല്ല രീതിയിലാണ് പോകുന്നത്. ആൾക്കാർ വരുന്നുകൊണ്ട് വൈകുന്നേരം എല്ലാം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ആളും തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ലൊരാൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതുപോലെ ഒരുപാട് ആളും വരും. എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും. എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ വേണം. ഇനി ഒന്നുമില്ലാലും ഇവിടെ ഉള്ളതെല്ലാം ഒന്ന് ഓപ്പണാക്കി എടുത്താൽ മതി. അതെ അതെ. പഴയതൊക്കെ ഒന്ന് ഓപ്പണാക്കി എടുത്താൽ മതി. റിസോർട്ടൊക്കെ ഉണ്ടല്ലോ. റിസോർട്ടൊക്കെ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ റിസോർട്ട് ഇവിടെ നമ്മുടെ ഈ സ്പോട്ടിലുള്ളത് ചില്ലാക്സ്, ഹിൽടോപ്പ്, മൂൺബാലി റിസോർട്ട്. അവധി ദിവസങ്ങളെല്ലാം ഫുള്ളായിരിക്കും. അവധി ദിവസങ്ങളൊക്കെ ഫുള്ളായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എന്നാലും ആൾക്കാരുണ്ട്, നന്നായിട്ട് ആൾക്കാരുണ്ട്. പിന്നെ മുമ്പ് റോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3D തിയേറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ബോളിനകത്ത് കയറി ഉരുളുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് എയർ ഗണ്ണിന് ഉന്നം പിടിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. പിന്നെ വേറെ 4-5 സംഭവങ്ങളോടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ആളും നല്ല തിരക്കും ഒക്കെ ആയിരുന്നു. എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. അതെ അതെ. ഇപ്പോൾ നിന്നിട്ടിപ്പോൾ എത്ര വർഷമായി? 3 വർഷമായി. ഇത് നിന്നിട്ടെന്ന് പറഞ്ഞാൽ നിന്നില്ല, അങ്ങനെ ക്ലോസ് ആക്കി ഇട്ടിട്ടില്ല. കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് മന്ദഗതി പോകുന്നു മാത്രം. ആക്ടിവിറ്റി എത്തിയിട്ട് ഇപ്പോൾ 2 വർഷം 3 വർഷം ആകാനായി. ഇപ്പം എല്ലാം നന്നായിട്ട് പോകുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. വരണം. അവർ ഇത് ശ്രദ്ധപ്പെട്ടിട്ടില്ലെന്നായിരിക്കും.
വരണമല്ലോ. ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളൊരു മേഖലയാണ് ടൂറിസം മേഖല. അപ്പം ഗവൺമെൻറ് ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. അതുപോലെ ജനങ്ങൾക്കും ഒരുപാട് പേർക്ക് തൊഴിൽ, അങ്ങനെയുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഏറ്റവും എളുപ്പമായ രീതിയാണ് ടൂറിസം. ഇപ്പോൾ അത് ഗവൺമെൻറ് ലേശം കണ്ണടച്ചിട്ടുള്ളതെന്ന് എൻ്റെ അഭിപ്രായം. അതെ 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 അതെ. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ എടുത്തുകയും ഗവൺമെൻറ് അതിനായിട്ട് അത് എന്തെങ്കിലും ചെയ്യുകയൊക്കെ ആണെങ്കിൽ വളരെ മെച്ചപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതാണ്. ഈ വീഡിയോ നമുക്ക് മുഹമ്മദ് റിയാസിന് അയച്ചു കൊടുക്കാം. ടിക്കറ്റ് കൗണ്ടർ വരുന്നത് കരുവന്ന് നടന്ന ടിക്കറ്റ് കൗണ്ടർ, പാലക്കയം തട്ട് ടൂറിസം സെൻറ്റർ. എൻട്രി ടിക്കറ്റിന് അഡൽട്ട് 35, ചൈൽഡ് 10 രൂപ. പിന്നെ ടൈമിങ് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 9 മണി വരെയാണ്. 6 to 9 തന്നെ നമ്മുടെ ബേബി ചായൻ്റെ ചായക്കടയുണ്ട്. നല്ല എണ്ണക്കടികളും അപ്പം നാട്ടുകാരനാണ് ബേബി ചായൻ്റെ ചായക്കട. ഐസ്ക്രീമൊക്കെ ഉണ്ടല്ലേ ഐസ്ക്രീം, ചായ, നല്ല എണ്ണക്കടി, നാടൻ കടികൾ ഒക്കെ കിട്ടും. ചിപ്സ് കാര്യങ്ങൾ എല്ലാം കിട്ടുന്ന ഒരു കടയാണ്. ഇത് ബേബി ചായ. ഇത് നമ്മുടെ നാട്ടുകാരനായ പേരെന്താ? സാബു ചായ. ഇവിടുത്തെ ഇതിനെപ്പറ്റി ആക്ടിവിറ്റീസ് ഒക്കെ നിർത്തിയതിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? എപ്പോഴാണ് നിർത്തലാക്കിയത്? ഇത് 3ാമത്തെ വർഷമല്ലേ വെച്ച? ഇത് 3 വർഷമായിട്ട് ഇതിപ്പം DTPC നേരിട്ട് നടത്തുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു പരിപാടികളും ഇല്ല, ഒരു വികസനം നടന്നിട്ടില്ല. ഇതിനു മുമ്പ് ഒരു നിസാർ എന്ന് പറഞ്ഞ ഒരാൾ, കോഴിക്കോടുള്ള നിസാർക്കാന്ന് പറഞ്ഞ ഒരാൾ 5 വർഷം ലീസിനെടുത്ത് നടത്തിയായിരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു സ്ഥാപനമായിരുന്നു ഇത്. ഭയങ്കരമായിട്ട് ആളും വന്ന് ഒരു ദിവസം 3000-4000 ആൾ കയറിക്കൊണ്ട സ്ഥലമായിരുന്നു. അതിപ്പം DTPC നേരിട്ട് നടത്താൻ പിന്നെ നശിപ്പിച്ച് കിടക്കുന്നുണ്ട്. ഒരു 4000 ആളെന്നുള്ളത് 40 ആളിലേക്ക് ചുരുങ്ങി. വന്നവർ പിന്നെ വേണ്ട, കാരണം ഒരു കാർഡ് തെളിച്ചിടലില്ല, ഒരു ലൈറ്റ് സംവിധാനമില്ല, ഒന്നുമില്ല. വെറുതെ പൈസ 35 രൂപ കൊടുക്കുന്നു, കയറുന്നു, ഇറങ്ങിപ്പോകുന്നു. ഇവരോട് സംഭവിക്കുന്നു. ഒന്നുമില്ല, ഇത് നശിച്ചു പോകുന്ന ഒരു ടെൻഡർ. ഇവർ പറയുന്നത് വെള്ളാട് ദേവസ്വത്തിൻ്റെ എന്തോ ഒരു സ്ഥലമുണ്ട്, അതിന് വേണ്ടിയുള്ള ദേവസ്വം കേസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ സ്റ്റേ ആയി പോകാമെന്ന് പറഞ്ഞു. 2 പ്രാവശ്യം ടെൻഡർ നടന്നായിരുന്നു. 2 പ്രാവശ്യം ടെൻഡർ അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. ടെൻഡർ വിളിക്കുന്നതിന് 2 ദിവസം മുമ്പ് സ്റ്റോപ്പ് മെമ്മോ വരും. ടെൻഡർ വിളിക്കും. എന്തോ ടൂറിസം വകുപ്പാണ് ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയറക്റ്റ് ദേവസ്വത്തിൻ്റെ അതൊക്കെ അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതിങ്ങനെ മരയിച്ച് കിടക്കുകയാണ്, ടെൻഡർ നടക്കുന്നത്. ബാധ്യത വെച്ചുകൊണ്ട് അയാളുടെ സാധനങ്ങൾ ഇതെല്ലാം പിടിച്ചു വെച്ചിരിക്കുന്നത്. അയാൾ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അയാൾക്ക് അയാളെന്തോ പൈസ അടയ്ക്കാനുണ്ട്. അതുകൊണ്ട് അയാളുടെ സാധനങ്ങൾ ഇതെല്ലാം അവിടെ പിടിപ്പിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം ഷെഡ് ഇതെല്ലാം ആക്കിയത് അയാളാക്കി തന്നത്. അയാളുടെ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അയാളുമായിട്ട് എന്തോ കേസുണ്ടോ? അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ പോകാം. പിന്നെ ഇതൊക്കെ വളരെ വിഷയമാണ്. ഇതെനിക്കാൽ ഇതിൻ്റെ പേരിൽ ഒരു 10-100 കുടുംബം ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട്. ഇവിടെ വണ്ടിക്കാരായിട്ടും കച്ചവടക്കാരായിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ ജീവിച്ചു പോകുന്നൊരു അവസ്ഥയുള്ളതായിരുന്നു. അതെല്ലാം നശിപ്പിച്ച് കളയാണ്. സ്വകാര്യ വ്യക്തി തന്നെ വീണ്ടും വന്നാൽ, സ്വകാര്യ വ്യക്തികൾ വന്നാൽ ഇതാക്കുള്ളൂ. സ്വകാര്യ വ്യക്തികൾക്ക് ഇത് കൊടുത്തിട്ട് അവർ നടത്തിയാലും ആകുള്ളൂ. ഒരു 5 മുടക്കി 5 വർഷം 10 വർഷത്തേക്കൊക്കെ കൊടുക്കണം. 10 കൊല്ലം അവർ അതിൻ്റെ അകത്ത് പൈസ മുടക്കിയിട്ട് അത് പൈസ ലോങ് ടൈം കൊടുക്കണം. ഇതൊന്നാൽ 3 കൊല്ലത്തേക്കൊക്കെ ഇപ്പം വെക്കുന്നു. 3 കൊല്ലം പൈസ മുടക്കാൻ നിൽക്കുകയല്ലോ. ഒരു 5 വർഷം ഇതൊക്കെ അത് ഇവിടെ സെറ്റപ്പ് ആക്കി വരണം തന്നെ ഒരു 1.5 കൊല്ലം പിടിക്കും. എല്ലാ സംവിധാനമൊക്കെ ഒരു നമുക്ക് സെറ്റപ്പ് ആക്കി നല്ല ഇതൊക്കെ ആക്കി വരുന്നതാണ്. 3 കൊല്ലത്തെ ഇതെല്ലാം പൊളിച്ചിട്ട് പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അവർ നിൽക്കുമല്ലോ. ശരിക്കൊരു 10 വർഷം 15 വർഷത്തേക്ക് എങ്കിലും ഇത് കൊടുത്തിട്ട് പ്രൈവറ്റ് വ്യക്തികൾക്ക് കൊടുത്തിട്ട് നല്ല രീതിയിൽ പോയാൽ ഇത് ലാഭത്തിൽ. അതേപോലെ തന്നെ നല്ല റെസ്റ്റോറൻറ്റ് അതെല്ലാം ഒക്കെ വരണം. ഇപ്പം റിസോർട്ടുകളുണ്ട്. റിസോർട്ടിൽ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് താമസിച്ച് പോകുന്നുണ്ട്. ഇവിടെ കയറുന്നില്ല, ഇവിടെ ഒന്നുമില്ല. അത് പിന്നെ ഇവിടുത്തെ മഞ്ഞ് കാലാവസ്ഥയൊക്കെ നല്ല അനുകൂലമാണ്. വൈകുന്നേരം കഴിഞ്ഞാൽ മഞ്ഞുണ്ട്, തണുപ്പുണ്ട്, കോട നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വിദേശികൾ വരുന്നുണ്ട്. ഇഷ്ടം പോലെ വിദേശികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു.
ഒന്നുമില്ല പോകണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നില്ല. ഇപ്പം വരുന്നില്ല. ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ആദ്യത്തെ വർഷമൊക്കെ വരുമായിരുന്നു, നിസാർക്ക പോയി കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷമൊക്കെ വരുമായിരുന്നു. അതിപ്പോൾ 2 വർഷമായിട്ട് ഒന്നുമില്ല. നിങ്ങളിപ്പോൾ കാണുന്നില്ല, മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്ന കാണുന്നില്ല. കാർഡ് വാക്കെങ്കിലും ചെയ്യാം. ഒരു കാട് പോലും ഭയങ്കര ലൈറ്റ് ഇല്ല, ചുമ്മാ വെറുതെ 30 രൂപ മേടിക്കുന്ന ആളെ വിടും, തിരിച്ചൊരുപാട് ചീത്ത പറയുന്നു പോകും. ഇപ്പം നമ്മൾ സാധാരണ കേൾക്കുന്നത് നമ്മളെ നാട്ടിൻപുറങ്ങളിലും കേൾക്കുന്നുണ്ട് റിയാസിന്റെ ഭരണത്തിൽ നല്ല വികസനമുണ്ട്, ടൂറിസം മേഖലയിൽ ഒന്നും ചെയ്തില്ല. നമ്മളെ സൈഡിലെല്ലാം മുഴുപ്പിലങ്ങാട് അതേപോലത്തെ സ്ഥലത്തെല്ലാം ഭയങ്കര വികസനം. ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഈ കാണുന്ന സ്ഥലങ്ങൾ ജനങ്ങൾ ആകർഷിക്കുന്ന ബ്രിട്ടാസ് എം പി ജോൺ എം പി കേട്ടോ, ബ്രിട്ടാസ് എം പിയുടെ വാടാ ഇത്. അയാൾ പുലിക്കരമ്പക്കാരനാണ്. ഇവിടുന്ന് 3 കിലോമീറ്റർ ഉള്ളു ബ്രിട്ടാസിന്റെ വീട്ടിലേക്ക്, 3 കിലോമീറ്റർ. അയാളുടെ വാടാ ഇത്. അയാള് രാജ്യസഭാ അംഗമാണ്. ഒരു ഇതുമില്ല. പക്ഷെങ്കിൽ അവരെ ശ്രദ്ധയിൽ പെടുത്തിക്കേണ്ട നല്ലതായിരുന്നു. പാർട്ടിയാണ് നല്ലത്. അയാളുടെ വാർഡാണിത്. അയാളുടെ വാടിപ്പെട്ടതാണ് ഈ പാലക്കയം. പുള്ളിയുടെ വീട് ഇവിടെയാണ്, പുലിക്കുരുമ്പ എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ 3 കിലോമീറ്റർ ഉള്ള വീട്ടിലേക്ക്. ഇത് സ്വന്തമായിട്ട് നമുക്കൊരു MP ഉള്ളതാണ്. കേരള ഗവൺമെന്റ് നിങ്ങളെ അഭിപ്രായം മൊത്തത്തിൽ നല്ല രീതിയിൽ പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ഇടപെട്ടിട്ട് നല്ല രീതിയിൽ കേരള ഗവൺമെന്റ് ഇതൊരു നല്ലൊരു ഇതാക്കിയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ഇതാണ്. നല്ല രീതിയിൽ അതാണ് ചെയ്യാൻ. ഒന്നുമില്ല, വരുന്നവര് വെറുതെ ചീത്ത പറഞ്ഞിട്ട് പോകാം. പറഞ്ഞു പോകുന്നത് ഇത്രയും നല്ലൊരു സ്ഥലം. മൊബൈൽ ഇല്ലെങ്കിൽ ഇറങ്ങി വരും നടക്കില്ല. സന്ധ്യ കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി നമ്മള് നല്ലൊരു പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വന്നു. കോഴിക്കോട് നിന്ന് കൊയിലാണ്ടി ആള് വരുന്നുണ്ടെന്നറിയാം. ആൾക്കാർ വന്നിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ വന്നിട്ട് പോവാം. ഏതായാലും പ്രതീക്ഷിക്കാം നമുക്കൊരു നല്ലൊരു തീർച്ചയായിട്ടും നല്ലത് വരുന്നുള്ള ഒരുപാട് പേർക്ക് നല്ലൊരു പ്ലേസാണ്. അല്ല അൻവറേ, ഏതായാലും നമ്മളെ നല്ല ഒരു നിങ്ങളുടെ ഇതൊക്കെ നല്ലൊരു ഇത് വരട്ടെ. നല്ല ആൾക്കാർക്കൊക്കെ എന്തുപോലും എല്ലാവിധ നല്ലൊരു ഇത് പ്രതീക്ഷിക്കുന്നു. എൻ്റെ തലശ്ശേരി പ്രതീക്ഷയിൽ വരുന്നത് ഇത് ശരിക്കും 3500 അടി ഹൈറ്റ് ഉണ്ട് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയൊരു സ്ഥലമാണ്. പൈതൽമല 3200 അടിയുള്ളൂ. ഇത് 3500 അടി ഹൈറ്റ് ഉണ്ട്. ടൂറിസ്റ്റ് കുറച്ച് മഞ്ഞായി തണുപ്പായി നല്ല കാലാവസ്ഥയും കാര്യങ്ങളെല്ലാം നമ്മൾ കയറിപ്പോയാൽ ഇറങ്ങി വരാനുള്ളൊരു സംവിധാനം പോലും ഇല്ല ഇവിടെ. ഇതിനൊക്കെ പ്രൈവറ്റ് വ്യക്തികൾ വന്ന് നമുക്ക് മേലക്കാരാണ്. നിങ്ങൾ മേലെ കയറുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കഥകൾ തിരിയും. ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പോൾ നമ്മളെ നല്ല വണ്ടിയിൽ ട്രക്കിങ്ങിന് പോകാണ്. ട്രക്കിങ്ങിന് പോകാൻ ചേട്ടൻ്റെ പേര് ജോബി ചേട്ടൻ്റെ കൂടെ നമ്മൾ അടിപൊളി ട്രക്കിംഗ് ആണ്. ഓഫ് റോഡ് റൈഡ്. ഇവിടെ അങ്ങനെ മുമ്പ് നല്ല ആളുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ആള് കുറവുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ആക്കിയതിന് ശേഷം നിങ്ങള് വണ്ടി അതെല്ലാം പ്രതീക്ഷിച്ചിട്ട് എടുത്തായിരിക്കില്ല. വീട്ടിലേക്ക് വണ്ടി പോകും. നല്ലൊരു മടക്കുതിര തന്നെ വേണം. ജീപ്പ് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ സുഹൃത്തിൻ്റെയോ എനിക്കൊരു വണ്ടി വേണമെന്നുണ്ട്. അത് വേണ്ട ഇവർക്ക് ഇതെല്ലാം ചെറിയ പഴയ നമ്മളെ പഴയ കാലത്ത് ജീപ്പില്ല. ജീപ്പ് സാധാ ഇപ്പോൾ ചിലതില്ല 4x4 ആക്കി ഗിയർ മാറ്റി ഫിറ്റായിട്ട് വരുന്ന. ഇതിപ്പോ 4x4 സാധാ എന്നോട് വല്ല സ്റ്റിക്കർ അടിയുള്ള
ഇതില് നമുക്ക് പ്രൈവറ്റ് വണ്ടി എടുത്ത് വരാൻ പറ്റും. ചില ആള് ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവും. ഓഫ് റോഡ് കൊണ്ട് ഇറക്കുന്ന വണ്ടി ജീപ്പ് പുലിയല്ലേ നരി അല്ലേ? അസ്ലാനെ കാണുന്നില്ലല്ലോ. എന്നെ കാണുന്നില്ല അത്രേ. ബലാലേര് വില്ലനാ നടന്ന ഇതും ഹിൽ ടോപ്പ് റിസോർട്ട് പൂളൊക്കെ കാണാൻ. സിംഗിൾ റൂം ചെറിയ സിംഗിൾ റൂം. അവിടെ ചെയ്യാൻ സെയിം റൂംസ് ഒക്കെ സെയിം വലിപ്പം വ്യൂ വ്യൂ ഉണ്ടായിരിക്കാം. വലിപ്പം ഉണ്ടല്ലേ, കുഴപ്പമില്ല. നല്ല പൂള് ചെറുതാണ്, കുഴപ്പമില്ല. അത്യാവശ്യം അപ്പുറത്തിനെക്കാട്ട് വലിപ്പമുണ്ട്. ആഴം കുറവാണല്ലോ. 21 hours. കിഡ്സ് സ്കൂൾ അപ്പുറത്ത് തന്നെ സെപ്പറേറ്റ്. ഇത് വേറെ തന്നെ ഉണ്ട്. ഇവിടെ വ്യൂ രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഇവിടെ കിഡിലും വ്യൂ ആണ്. ഇങ്ങോട്ട് പോവാം. ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ ഒന്ന് വ്യൂ ഒന്ന് ഇവിടുത്തെ വ്യൂ ഒന്ന് എടുത്തോട്ടെ. ഇതാ നോക്ക്, ഒരു രക്ഷയില്ലാത്ത ഒരു അമ്മ കിഡിലും വ്യൂ. നമ്മൾ ലേറ്റായി പോയ കാരണം ഇത് നേരത്തെ വരണമായിരുന്നു. ഈ കോട കാരണം വ്യൂവിന് കിട്ടുന്നില്ല. അടിയിൽ നിന്ന് ഇങ്ങനെ കോട ഇങ്ങനെ കയറി കയറി വരുന്ന സമയമാണ്. റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ സഹോദരൻ. ആസാം എന്താ ക്യാ നാം ബോലാ താ ഭായി? ബിജോയ്. ഇതാണ് ബിജോയ്. മേലെ നല്ല ഇല്ല ഒന്നുമില്ല. ഇതെങ്ങനെ കയറി വരുമ്പോൾ തന്നെ ചെറിയ ഒരു നമ്പർ നല്ല വൃത്തിയുള്ള റൂംസൊക്കെ നല്ല വൃത്തിയുള്ള റൂമാണ്. ഇത് ചെറിയ റൂം. ഇത് ഡബിൾ ബെഡ്റൂമാണ്. ചെറിയ റൂം അറ്റാച്ച് ബാത്റൂം. അപ്പുറത്തൊരു റൂം കൂടെ ഉണ്ട്. ഡബിൾ ബെഡ്റൂമിൻ്റെ സെയിം അതുപോലെ തന്നെയുള്ള റൂം. ചേർന്ന് ബാത്റൂം ഉണ്ട്.
ഓക്കെ